പ്രൈസ് ദി ലോർഡ്. സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന വിഷയം, നീ ക്ഷീണിച്ചു പോകുമ്പോൾ നിന്നെ ഉണർത്തുന്ന ദൈവം. 1 രാജാക്കന്മാരുടെ പുസ്തകം 19 അധ്യായം 5-6 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെ അവൻ ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുമ്പോൾ പെട്ടെന്നൊരു ദൂതൻ അവനെ തട്ടി അവനോട് എഴുന്നേറ്റ് തിന്നുക എന്നു പറഞ്ഞു. അവൻ ഉണർന്നു നോക്കിയപ്പോൾ കനലിന്മേൽ ചുട്ട ഒരടയും ഒരു തുരുത്തി വെള്ളവും തലക്കിലിരിക്കുന്നത് കണ്ട് അവൻ തിന്നുകുടിച്ചു പിന്നെയും കിടന്നുറങ്ങി. 7-ാം വാക്യം, യഹോവയുടെ ദൂതൻ 2-ാം പ്രാവശ്യം വന്ന് അവനെ തട്ടി, എഴുന്നേറ്റ് തിന്നുക, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നീ ക്ഷീണിച്ചിരിക്കുമ്പോഴും നിന്നെ ജീവിതത്തിൻ്റെ മണ്ഡലങ്ങളിൽ പ്രതിസന്ധികളാൽ, പ്രതികൂലങ്ങളാൽ, നിന്റെ ജീവിതത്തിൽ ഭീഷണികളാൽ നിന്റെ മനസ്സിൽ ക്ഷീണം തട്ടി, മനസ്സുകൊണ്ട് മടുപ്പ് വന്ന് നീ ഭാരപ്പെട്ട് ഇനി എനിക്ക് യാത്രയില്ല, ഇനി എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല, ഈ ശത്രുവിനെ എനിക്കിനി തോൽക്കുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞ് മനസ്സുകൊണ്ട് നീ ക്ഷീണിച്ച് ഇനി നിനക്ക് മുന്നോട്ടെങ്ങനെ പോകണമെന്നറിയാതെ നീ തളർന്ന് ഭാരപ്പെടുന്നുണ്ടോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാ പറയുന്നു, നീ ക്ഷീണിച്ചു പോകുവാൻ, നീ തളർന്നു പോകുവാൻ, നീ ഭാരപ്പെട്ടു പോകുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. നീ ക്ഷീണിച്ച് ഭാരപ്പെട്ട് നീ എവിടെയായിരുന്നാലും വാഗ്ദത്തമുള്ള ഒരു ദൈവ പൈതൻ്റെ ജീവിതത്തിൻ്റെ മേഖലകളിൽ, ഏത് പ്രതികൂലങ്ങളുടെ മേഖലകളാൽ മനസ്സിനെ ക്ഷീണിപ്പിച്ച് ഭയപ്പെടുത്തി ഭാരപ്പെടുത്തി ശത്രുവായവൻ നിന്നെ ഭയപ്പെടുത്തി ഒതുക്കുന്നുണ്ടെങ്കിൽ, നീ എവിടെ ഭാരപ്പെട്ടായിരുന്നാലും നീ ആയിരിക്കുന്ന ഇടത്ത് ഇറങ്ങി വന്ന് തട്ടി എഴുന്നേൽപ്പിച്ച് നിന്നെ ബലപ്പെടുത്തി വീണ്ടും നിന്റെ കാലുകൾക്ക് ബലം നൽകി, നിന്റെ മനസ്സുകൾക്ക് ബലം നൽകി, ശരീരത്തിന് ബലം നൽകി, നിന്നെ ധൈര്യത്തോടെ വീണ്ടും നിന്നെ ഏൽപ്പിച്ച ദൗത്യത്തിലേക്ക് കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആ സർവശക്തനായ കർത്താവ് നമ്മെ വിടിവിപ്പാനും സഹായിക്കുവാനും ശക്തനാണ്. ഇന്ന് ഈ നിമിഷത്തിൽ ഈ വചനം ധ്യാനിക്കുമ്പോൾ ഏതെങ്കിലും വിഷയങ്ങളാൽ, ശത്രുവിൻ്റെ ഭീഷണിയാൽ നീ ഭയപ്പെട്ട് പേടിച്ചു മറഞ്ഞിരിക്കുന്നുണ്ടോ? കുടുംബത്തിൽ പല വാക്കുകളാൽ നീ ഭയപ്പെട്ട് പേടിച്ച് മറഞ്ഞിരിക്കുന്നുവോ? നിന്റെ കൂടെ വർക്ക് ചെയ്യുന്നവരോ നിന്നോടുകൂടെ ആയിരിക്കുന്നവരോ നിന്നിലുള്ള വാഗ്ദത്തം കണ്ടിട്ട് നിന്നെ ഭീഷണിയാൽ ഒതുക്കി നിന്നെ മറച്ചു പിടിക്കുവാൻ ശ്രമിക്കുമ്പോൾ നീ ഭയപ്പെട്ട് ഒളിഞ്ഞിരിക്കുന്നുവോ? നീ എവിടെ ഇരുന്നാലും ദൈവത്തിൻ്റെ ദൂതൻ വന്ന് നിന്നെ തട്ടി എഴുന്നേൽപ്പിച്ച് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലേക്ക് നിന്നെ കൈപിടിച്ചു കൊണ്ടുപോകും. ഇവിടെ ഏലിയാ പ്രവാചകന്റെ ജീവിതത്തിൽ ശക്തമായി ആ കാലഘട്ടത്തിൽ പ്രവചന ശുശ്രൂഷയിലും അധികാരത്തിൻ്റെ ശുശ്രൂഷയിലും ബലപ്പെട്ട് വന്ന ഏലിയാ പ്രവാചകനെ ഭീഷണിയുമായ ഒരു ഇസബേൽ എഴുന്നേറ്റപ്പോൾ ആ ഭീഷണി തൻ്റെ മനസ്സുകൊണ്ട് ഭയപ്പെട്ട് ഒരു ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങി തൻ്റെ ജീവിതത്തിൻ്റെ യാത്രകളും ശുശ്രൂഷകളും അവസാനിച്ചു എന്ന് പറഞ്ഞ് ആ ദൈവഭക്തൻ കിടന്നുറങ്ങുമ്പോൾ കിടന്നുറങ്ങിയ ഇടത്ത് ദൈവത്തിൻ്റെ ദൂതൻ വന്ന് തന്നെ തട്ടി ഉണർത്തി. തന്നെ തട്ടി ഉണർത്തുന്ന 2 പ്രാവശ്യം തട്ടി ഉണർത്തി. തനിക്ക് കഴിക്കാനുള്ള ഭക്ഷണവും വെള്ളവും കൊടുത്ത് കഴിച്ചു കുടിച്ചെഴുന്നേറ്റപ്പോൾ പറഞ്ഞു, നീ ഭാരപ്പെടേണ്ട, നീ ഇവിടെ ഈ പ്രതിസന്ധിയിൽ, ഈ ഭീഷണിയിൽ നീ തളർന്നു പോകാനുള്ളവനല്ല, നിനക്ക് ദൂരയാത്രയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തിൻ്റെ മേഖലകളിൽ ഭീഷണികളാൽ നിന്റെ മനസ്സുകൊണ്ട് മടുത്തും തളർന്നും ഭാരപ്പെട്ടും നിന്നെ ഒതുക്കിക്കളയുവാൻ ശത്രുവായവൻ ഏതൊക്കെ മേഖലയിൽ എത്രത്തോളം നിന്നെ ഒതുക്കുവാൻ ശ്രമിച്ചാലും വാഗ്ദത്തം ചെയ്ത ദൈവം വാക്കുമാറാത്ത ദൈവമാണ്.
വിളിച്ച ദൈവം വിശ്വസ്തനാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നിന്നെ വിളിച്ചാക്കിയ ദൈവം നിന്നെ തട്ടി ഉണർത്തി. ആമേൻ. വീണ്ടും നിന്നെ ദൂരയാത്രകൾക്കും നിന്റെ വാക്തത്വങ്ങളെ കൈപിടിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിന്നെ പുറത്തെടുക്കുകയാണ്. അതുകൊണ്ട് നീ ഭാരപ്പെട്ടു പോകേണ്ട. ഒരു ചൂരച്ചെടിയുടെ തണലിൽ നീ കിടന്നുറങ്ങി നിന്റെ ജീവിതം അവസാനിപ്പിക്കേണ്ടതല്ല. നിന്റെ സാഹചര്യത്തിൽ ഒതുങ്ങി നിന്റെ ജീവിതം അവസാനിപ്പിക്കാനുള്ളതല്ല. ദൈവം നിന്നെ വിളിച്ചാക്കിയിരിക്കുന്ന നിനക്ക് ഇനിയും യാത്രയുണ്ട്. നിനക്ക് ഇനിയും വഴികൾ തുറക്കും. അതുകൊണ്ട് നിന്റെ ഭീഷണിയിൽ നീ ഭയപ്പെടേണ്ട, ഭീഷണിയിൽ അധൈര്യപ്പെട്ടു പോകേണ്ട. കർത്താവ് നിന്നോട് കൂടെയുണ്ട്. നീ ആയിരിക്കുന്ന ഇടത്ത്, നീ പ്രതിസന്ധിയിൽ അല്ല പ്രതികൂലത്താൽ നീ ഭാരപ്പെട്ട് നീ എവിടെ ആയിരിക്കുന്നു അവിടെ ഇരുന്നു കൊണ്ട് നീ ഉയരത്തിൽ അപ്പനോട് നിലവിളിക്ക്. സ്വർഗത്തുനിന്ന് ദൂതൻ ഇറങ്ങി വന്ന് നിന്നെ ബലപ്പെടുത്തി തട്ടി. നീ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രയാസം എന്തുവാ അത് നിനക്ക് നൽകി നിന്നെ കൈപിടിച്ച് സ്വർഗത്തിലെ ദൂതൻ നിന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധം നിന്നെ കൈപിടിച്ചു കൊണ്ടുപോകുമെന്ന് ഈ വചനത്തിലൂടെ പരിശുദ്ധം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നീ തളർന്നു പോകേണ്ട വ്യക്തിയല്ല, ഭീഷണി ഒതുങ്ങേണ്ട വ്യക്തിയല്ല, മനസ്സുകൊണ്ട് മടുത്തു പോകേണ്ട വ്യക്തിയല്ല. നിന്നിലൊരു ഉദ്ദേശമുണ്ട്, നിന്നിലൊരു പ്ലാനിങ് ഉണ്ട്. നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. ആ ദൈവം നിന്നെ കൊണ്ടെത്തിക്കുമെന്ന് പറഞ്ഞ ഇടത്ത് നിന്നെ കൊണ്ടെത്തിക്കും. നിന്നെ തട്ടി ഉണർത്തി ബലപ്പെടുത്തി ശക്തീകരിച്ച് എഴുന്നേൽപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അപ്രകാരം നിന്റെ മനസ്സ് ബലപ്പെട്, ശക്തിപ്പെട്. കർത്താവിനെ ഉറയ്ക്ക്. നിന്നെ വിളിച്ചിരിക്കുന്ന വിളിക്കനുസരിച്ച് കർത്താവ് നിന്നെ കൈപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകും. മുന്നിലുള്ള പ്രതിസന്ധിയെ കണ്ട്, ഭീഷണി കണ്ട് നീ ഭയപ്പെടേണ്ട, മനസ്സ് തളർന്നു പോകേണ്ട. ആത്മാവിൽ ബലപ്പെട്. പരിശുദ്ധാത്മ നിന്നെ ബലപ്പെടുത്തുന്നു. പരിശുദ്ധ കർത്താവേ, ഈ നിമിഷത്തിനായി നന്ദി. ശബ്ദം കേൾക്കുന്നവർ ആരൊക്കെ ഏതൊക്കെ ഭീഷണി തളർന്നും ഭാരപ്പെട്ട് നിരാശപ്പെട്ടും എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയത്തില്ലെന്ന് ഭാരപ്പെടുന്നവരെ ഇപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് തട്ടി എഴുന്നേൽപ്പിച്ച് ബലത്തോടെ നിർത്തണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.